ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സ്പാനിഷ് ഓംലേറ്റ് ആണ്. സ്പാനിഷ് ഓംലേറ്റിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് എഗ്ഗും പൊട്ടറ്റോയും ആണ്. ഇവിടെ ഞാൻ 2 പൊട്ടറ്റോ ആണ് എടുത്തുള്ളത്. ചെറിയ 2 പൊട്ടറ്റോ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കൊരു ബൗൾ എടുത്ത ശേഷം എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓനിയൻ കട്ട് ചെയ്തതാണ്. സ്പ്രിംഗ് ഓനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക. അടുത്തായിട്ട് നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ച ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തിന്നായിട്ടുള്ള പൊട്ടറ്റോൻ്റെ സ്ലൈസസ് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് എടുക്കും പൊട്ടറ്റോ കുക്കായിട്ട് കിട്ടാൻ. ആവശ്യത്തിനുള്ള ഉപ്പും പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണിഞ്ഞതിന് ശേഷം വേണം നമ്മൾ എഗ്ഗിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയുടെ മിക്സിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ സോൾട്ടും പെപ്പറും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഓംലേറ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ച ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയും. അതിന് ശേഷം വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. ആ സമയത്ത് നമ്മൾ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. ആ സമയത്ത് അടച്ചു വെച്ച ലിഡിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടോ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡ് ഒരു 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു മാറ്റാം. ഇപ്പോൾ ഇവിടെ സ്പാനിഷ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നമുക്ക് സൈഡ് ഡിഷ് ആയിട്ടും കഴിക്കാൻ പറ്റും. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് സ്പാനിഷ് ഓംലേറ്റ് ഒക്കെ കഴിക്കുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.